his mother Mary treasured all things in her heart. അവൻ്റെ അമ്മ ഈ കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒരാളുടെ കാഴ്ചയ്ക്ക് 4 തലങ്ങളുണ്ടെന്ന് പറയാറുണ്ട്. ഒന്നാമത്തേത് നോട്ടം. എല്ലാ നോട്ടവും കാഴ്ചയല്ല. നാം ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളിങ്ങനെ നമ്മുടെ വശങ്ങളിൽ നമ്മുടെ നയനങ്ങളെ ചുംബിക്കാറുണ്ട്. പക്ഷെ എല്ലാം കാഴ്ചയാകുന്നില്ല. നോട്ടം കാഴ്ചയുടെ ആദ്യത്തെ പടിയാണ്. 2 കാഴ്ച. ഒരാളുടെ കണ്ണിൻ്റെ നേത്രപടലങ്ങളിലേക്ക് ഒരു വസ്തുവിൽ നിന്ന് വീഴുന്ന പ്രകാശത്തിൻ്റെ നിഴലും അതിൻ്റെ അളവും അനുസരിച്ച് തലച്ചോറ് തീരുമാനിക്കും ഇത് മണ്ണാണോ മരമാണോ വിണ്ണാണോ മണ്ണാണോ പകലാണോ രാത്രിയാണോ എന്നൊക്കെ, ആണാണോ പെണ്ണാണോ എന്നൊക്കെ. കാഴ്ചയുടെ 2ാം തലം കാഴ്ചയാണ്. 3 ഒരാളുടെ കാഴ്ചയുടെ 3ാം തലം ദർശനം എന്ന് പറയും. അത് ആഴമുള്ള കാഴ്ചയാണ്. വെറും കാഴ്ച ദർശനമല്ല. കണ്ണിൽ നിന്ന് കാഴ്ച ആത്മാവിലെത്തുമ്പോഴാണ് അത് ദർശനമാകുന്നത്. ഒരു പുണ്യനഗരി, ഒരു പുണ്യസ്ഥലം, ഒരു പുണ്യഭൂമി, ഒരു വിശുദ്ധയിടം ആത്മാവ് കൊണ്ട് കാണുമ്പോൾ അത് ദർശനമാകും. കാഴ്ചയുടെ 4ാം തലം ദ എഡ്ജ് എന്ന് പറയാവുന്നത് ഗ്രഹണമാണ്. ഗ്രഹണം എന്ന് പറഞ്ഞാൽ ഒരു നോട്ടം കൊണ്ട് ഒക്കെ മനസ്സിലാക്കുക എളുപ്പമല്ല. എന്നാൽ ക്രിസ്തുവിന് സാധിച്ചിരുന്നു. ശമരിയക്കാരിയെ കണ്ടപ്പോഴേ അവളുടെ ജോഗ്രഫി ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു. അവരുടെ അടുക്കള വട്ടങ്ങൾ അവളോട് പറഞ്ഞു 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. ഒരു കാഴ്ച കൊണ്ട് ഗ്രഹണത്തിൻ്റെ പൂർണ്ണത. നഥനയേലിനെ കണ്ടപ്പോഴേ പറഞ്ഞു, കുഞ്ഞേ നീ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ എനിക്ക് നിന്നെ അറിയാം. കാഴ്ചയുടെ പൂർണ്ണത ഗ്രഹണമാണ്. പണ്ട് ദൂരയാത്ര കഴിഞ്ഞെത്തുന്ന ഭർത്താവിൻ്റെ മുഖത്ത് നിന്ന് ഭാര്യയ്ക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാമായിരുന്നു. എന്തൊരു ക്ഷീണമുണ്ടല്ലോ. തിരിച്ചും അങ്ങനെയായിരുന്നു. ഭർത്താവിന് ഭാര്യയെ കാണുമ്പോഴറിയാം അവളുടെ ഉള്ളിലെ സങ്കടങ്ങളുടെ നെരിപ്പോടുകളുടെ ആഴം. ഇന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ. ഇന്ന് ആർക്കും ആരെയും മനസ്സിലാകാത്ത കാലമാണ്. മനസ്സിൻ കണ്ണാടി മുഖമെന്ന് പഴമൊഴി, മനസ്സിനെ മറയ്ക്കുന്നു മുഖമെന്ന് പുതുമൊഴി. ഗ്രഹണം, ആഴമുള്ള കാഴ്ചയാണ് ഗ്രഹണം. എന്നാൽ മറിയത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ, ഈ വാക്യം ആസ്പദമാക്കിക്കൊണ്ട്. കാഴ്ചപ്പാടുകളുടെ പൂർണ്ണത എത്തിയ സ്ത്രീയാണ് അമ്മ മറിയം. അവൾ ഹൃദയത്തിൽ ഒക്കെ സംഗ്രഹിച്ചു. സംഗ്രഹണം, ഗ്രഹണം എന്നുള്ളതിൻ്റെ സൂപ്പർലേറ്റീവാണ്. ഗ്രഹണത്തിനും അപ്പുറം, അതുക്കും മേലെ എന്ന് പറയും. കാഴ്ചയുടെ പൂർണ്ണതയ്ക്കപ്പുറം വളർന്ന സ്ത്രീയാണ് അമ്മ മറിയം. എനിക്ക് അതുമല്ല പെരുത്ത ഇഷ്ടമാകുന്നത്, ഈ വേദഭാഗം മലയാളത്തിൽ അമ്മ സംഗ്രഹിച്ചു എന്നാണെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് വേദഭാഗം പരിശോധിച്ചാൽ അതിങ്ങനെയാണ്: ഹിസ് മദർ മേരി ട്രഷേർഡ് ഓൾ തിങ്സ് ഇൻ ഹെർ ഹാർട്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം സംഗ്രഹിച്ചു എന്നതിന് പകരം ട്രഷേർഡ് എന്നാണ്. എന്താണ് ട്രഷേർഡ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഉത്തരം ഡിക്ഷണറി തിരക്കിപ്പോയാൽ ട്രഷറി, നമുക്ക് പെൻഷൻ കിട്ടുമ്പോൾ സന്തോഷം കിട്ടുന്ന ഒരു വാക്കാണ്. ട്രഷറി എന്ന് പറയുന്ന കൃത്യമായ മലയാളം നിധി സൂക്ഷിക്കുന്ന സ്ഥലം എന്നാണ്. നിധി സൂക്ഷിക്കുന്ന സ്ഥലം എന്നാണ്. ട്രഷേർഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പറയട്ടെ, അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിച്ചു. എന്ത് കാര്യം? ലോട്ടറി അടിച്ച കാര്യമല്ല, കൊച്ചിനെ പൊന്നും പണ്ടവും കൊടുത്ത് കെട്ടിച്ച കാര്യമല്ല, സന്തോഷങ്ങളുടെ ആഘോഷങ്ങളുടെ രാവുകളെ കുറിച്ചല്ല, മറിച്ച് ജീവിതത്തിൽ വേദനകൾ മാത്രം വിരുന്നു വന്ന ഒരു കാലത്തെക്കുറിച്ച് വേദനകളെ നിധി പോലെ ഏറ്റെടുത്തൊരമ്മ. എനിക്കിഷ്ടം തോന്നുന്നു ഈ ഒറ്റ വാക്കുകൊണ്ട് അമ്മ മറിയത്തിൻ്റെ മുഴുവൻ ചാരുതയും
വേദപുസ്തകത്തിലെ എഴുത്തുകാരൻ വിവരിച്ചിരിക്കുന്നു. അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ കാഴ്ചപ്പാടുകളുടെ പൂർണ്ണതയെത്തിയ ഒരു സ്ത്രീ. മറുവശം വേദനകളെയും സങ്കടങ്ങളെയും നിധി പോലെ ഏറ്റെടുത്തൊരമ്മ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി അമ്മ വിചാരങ്ങളാണ്. ചിലർ പറയാറുണ്ട്, അമ്മയെ കർത്താവ് സ്ത്രീ എന്ന് വിളിച്ചു, ഒത്തിരി ബഹുമാനമൊന്നും കൊടുത്തില്ല. എന്ത് വിളിയത് വിളിച്ചത്? അതുകൊണ്ട് നമ്മളിങ്ങനെ സെയിൻ എന്നൊന്നും ചേർത്ത് വിളിക്കേണ്ട കാര്യമല്ല. കേട്ടിട്ടില്ലേ? പ്രിയപ്പെട്ടവരെ, സ്ത്രീയെ എന്ന് മലയാളത്തിലെ തർജിമ അത്ര സുഖമുള്ള വാക്കല്ല. നമ്മളുടെ മനസ്സിലെ മലയാള വ്യാകരണ ബിംബങ്ങളുടെ പ്രശ്നമാണത്. മറിച്ച് സ്ത്രീയെ എന്ന വാക്കിന് അതേ വേദഭാഗം, ഈ വേദപുസ്തകം എഴുതപ്പെട്ട ഭാഷ ഗ്രീക്കാണെങ്കിൽ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം, അത് നിങ്ങളൊന്ന് കേട്ടാൽ മാത്രം മതിയാകും. കർത്താവ് വിളിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്ന പദം ഗുനായോ എന്നാണ്. ഗുനായോ എന്ന വാക്കിന്, ആ വാക്ക് നിങ്ങൾക്ക് നേരിട്ട് പരിചയം ഉണ്ടാവില്ല. എന്നാൽ ഒരു സ്ത്രീക്ക് കൊടുക്കാവുന്ന ഏറ്റവും, ലോകത്തിൻ്റെ ഏത് ഭാഷ എടുത്താലും ഏറ്റവും ആദരവ് കൽപ്പിക്കാവുന്ന പദമാണ് ഗുനായോ. ആ വാക്ക് ഞാൻ ഇനി അടുത്ത വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വാക്കിൽ നിന്നാണ് ഗൈനക് എന്ന പദം ഉണ്ടാകുക. ആ വാക്കിൽ നിന്നാണ് ഗൈനക്കോളജി എന്ന ശാഖ രൂപപ്പെടുക. ഒരു സ്ത്രീ, ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ പവിത്രമാകുന്നത് അവളൊരു കുഞ്ഞിന് ജന്മം നൽകുമ്പോഴാണ്. അമ്മയുടെ എല്ലാ അഴകും അവൾ സ്വീകരിക്കുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു പരിശുദ്ധ അമ്മ മറിയത്തെ വിളിച്ചത് ഗുനായോ എന്നാണ്. ഈ വേദപുസ്തകം എഴുതപ്പെട്ട ഭാഷയിലെ ഏറ്റവും ആഴമുള്ള പദം തന്നെയാണത്. ആദരവോടെ, ബഹുമാനത്തോടെ, ഒരു സ്ത്രീക്ക് കൊടുക്കാവുന്ന ഏറ്റവും ആഴമുള്ള കൽപ്പിത ഭാവത്തോടെ അമ്മ മറിയത്തെ പുത്രൻ വിളിച്ചു ഗുനായോ. ഒരു പെൺകുട്ടി അമ്മയാകുമ്പോഴാണ് അവൾ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത്. ആ നിമിഷങ്ങളിലാണ്. ഏത് ഭാഷ എടുത്തുകൊള്ളൂ, അമ്മ മറിയത്തിന്റെ വാഴ്ത്തുകൾ അവസാനിക്കുന്നില്ല. അമ്മ മറിയത്തിന്റെ വർണ്ണനകൾ അവസാനിക്കുന്നില്ല. ലോകത്തെ ഏറ്റവും നൈർമല്യമുള്ള പദമാണ് അമ്മ. എബ്രഹാം ലിങ്കൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകത്തിന്റെ പേരാണ് അമ്മ. ഏതൊരാളുടെ ജീവിതത്തിലും അങ്ങനെയാണ്. വ്യാഖ്യാനിക്കുവാൻ കഴിയാത്ത സുഹൃതത്തിന്റെ പേരാണ് അമ്മ. യെശയ്യാ പ്രവാചകൻ 49-ാം അധ്യായത്തിൽ ദൈവസ്നേഹത്തെ അമ്മയുടെ സ്നേഹത്തോടാണ് ഉപമിക്കുക. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. വേദങ്ങൾ, യജുർവേദവും അഥർവവേദവും ഒക്കെ പറയും അമ്മയ്ക്ക് 3 വിശേഷണം: മാലിന്യമില്ലാത്തവൾ, അനുഗ്രഹിക്കുന്നവൾ, പ്രകാശിക്കുന്നവൾ. അമ്മയുടെ വാഴ്ത്തുകൾ അവസാനിക്കുന്നില്ല. ഖുർആൻ പറയും മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. യഹൂദന്മാരുടെ ഇടയിൽ ഒരു പഴമൊഴിയുണ്ട്, ദൈവത്തിന് എല്ലായിടത്തും ഓടിയെത്താൻ സാധിക്കാത്തതുകൊണ്ട് ദൈവം അമ്മമാരെ സൃഷ്ടിച്ചു. ഖലീൽ ജിബ്രാൻ പറയും മനുഷ്യജാതിയുടെ ചുണ്ടിൽ ഏറ്റവും മനോഹരമായ പദമാണ് അമ്മ. ഇങ്ങനെ പറഞ്ഞു പോയാൽ അമ്മ എന്ന വാക്കിന് ആഴം വർദ്ധിക്കും, അതിൻ്റെ സൗന്ദര്യം പെരുകി വരും. പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രി ശുദ്ധിമതിയായ അമ്മ മറിയത്തെ ഈ ഭൂമി മലയാളത്തിലെ സകലമാന അമ്മമാർക്കും ഒരു ഓർമ്മപ്പെടുത്തലായി, ആരാണ് ഒരമ്മ, ആരായിരിക്കണം ഒരമ്മ. കാഴ്ചപ്പാടുകളുടെ പൂർണ്ണതയെത്തിയ സ്ത്രീ ചരിത്രത്തിൽ നിന്ന് കാലത്തോട് വിളിച്ചു പറയുന്നു, ആരാണ് ഒരമ്മ, ആരായിരിക്കണം ഒരമ്മ. എവിടെയോ ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്, ആരാണൊരമ്മ. നമ്മുടെ വീടുകളെ കുറിച്ച് ആലോചിച്ചാൽ മതി, നമ്മുടെ അമ്മമാരെ കുറിച്ച് ആലോചിച്ചാൽ മതി. പ്രഭാത പ്രാർത്ഥനയ്ക്ക് മണിയടിക്കും മുൻപ് തവികളോടും പാത്രങ്ങളോടും സംസാരിക്കുന്ന ഒരു ജീവനുണ്ട് വീട്ടിൽ, അതാണ് അമ്മ. വിളമ്പിക്കൊടുത്ത് തികയാതെ വരുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വീതിച്ചു കൊടുക്കുന്ന ഒരു ജന്മമുണ്ട് വീട്ടിൽ. പരിഭവങ്ങളില്ലാതെ പവിത്രമായൊരു സ്നേഹം പറഞ്ഞു തന്ന ഒരു നനഞ്ഞ പൂവുണ്ട് വീട്ടിൽ. മുറ്റത്തെ ചെടികളോടും തൊടിയിലെ ചെറുമരങ്ങളുടെയും ദാഹം തീർക്കുന്ന കർഷകശ്രീ അവാർഡ് കിട്ടാത്ത ഒരു മഹിളയുണ്ട് വീട്ടിൽ.
മക്കളും ഭർത്താവും വീടും ഉറങ്ങിയതിന് ശേഷം ഉറങ്ങി അലാം അടിക്കുന്നതിന് മുമ്പേ ഉണരുന്ന ഒരു ശരീരമുണ്ട് വീട്ടിൽ. എത്ര രസമായാണ് അമ്മയെക്കുറിച്ച് പറയുക. അടുക്കളയിലെ ചൂടും ചൂരും നുകർന്ന് സ്വയം ശുദ്ധമായി ശ്വസിക്കാൻ മറന്ന ഒരു മറവിക്കാരിയുണ്ട് വീട്ടിൽ. പുറത്തു പോയവർ വീടണയും വരെ ഉള്ളിൽ തീ നിറച്ച് തേങ്ങലോട് കാത്തിരിക്കുന്നൊരു ഹൃദയമുണ്ട് വീട്ടിൽ. പത്രാസ് കാണിക്കാൻ മറന്നുപോയ ഒരു നിലവിളക്കുണ്ട് വീട്ടിൽ. ഞാൻ എവിടെയോ വായിച്ചൊരു മാഗസിനിലാണ്, സ്വയം ശ്രദ്ധിക്കാൻ മറന്ന് മറ്റുള്ളവരെ ശ്രദ്ധിച്ച് എല്ലും തോലുമായി ഒരു നനഞ്ഞ ജീവിതമുണ്ട് വീട്ടിൽ. ഭംഗിയില്ലാത്തത് കൊണ്ടാവണം പ്രോഗ്രസ് കാർഡ് ഒപ്പുവയ്ക്കാൻ അപ്പൻ വന്നാൽ മതി എന്ന് മക്കൾ പറയുമ്പോൾ കണ്ണാടി നോക്കി സ്വയം കരയുന്നൊരു പാവയുണ്ട് വീട്ടിൽ. മക്കൾ യാത്ര പറഞ്ഞ് പടിയിറങ്ങുമ്പോൾ മറ്റൊരു പ്രസവ വേദന അനുഭവിക്കുന്ന ഒരു ജന്മമുണ്ട് വീട്ടിൽ. ഒടുവിൽ ആ എഴുത്തിങ്ങനെയാണ് അവസാനിക്കുക. ഒടുവിൽ ആ സാഗരം കളമൊഴിയുമ്പോൾ, കരയുന്ന വീടും വാടിത്തളർന്ന പൂവുകളും പറയും, അമ്മയില്ലാത്ത വീട് വീടേ അല്ല. അമ്മയില്ലാത്ത വീട് വീടേ അല്ല. മേൽപ്പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നതാണ്, പച്ച യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് അമ്മ. എന്നാൽ വേദപുസ്തകത്തിൽ നിന്ന് ശുദ്ധിമതിയായ മറിയം നമ്മളോട് പറയുന്നു രണ്ട് ചിന്തകൾ. ആരാണ് ഒരമ്മ? ആരായിരിക്കണം ഒരമ്മ? ഒന്ന്, ശരിയായ ആത്മീക പൈതൃകം പേറുന്നവളാണ് അമ്മ. ജനറ്റിക് ട്രാൻസ്മിഷൻ ഓഫ് സ്പിരിച്വൽ വാല്യൂസ്. ശരിയായ ആത്മീക പൈതൃകം പേറുന്നവളാണ് അമ്മ. ആരാണ് ഒരമ്മ? മറിയം പറയുന്നു, ആധ്യാത്മികതയുടെ പാരമ്പര്യങ്ങളെ ഇങ്ങനെ പകർന്നു കൊടുക്കുന്ന പൈതൃകം, ആത്മീക പൈതൃകത്തെ പകർന്നു കൊടുക്കുന്നതാണ് ആളായിരിക്കണം ഒരമ്മ. അമ്മയിലും മക്കളിലും ഒരേ ആത്മഭാവം ഉണ്ടെങ്കിൽ അതിൽ പരം ഒരു അമ്മയ്ക്ക് എന്ത് ഭാഗ്യം വേണം. ഇന്ന് ഈ ദേവാലയത്തിലും ഈ ഓൺലൈനിലും ഒക്കെ എന്നെ കേൾക്കുന്ന അമ്മമാരെ, നിങ്ങൾ ചിന്തിക്കൂ. കർഷക ഗൃഹത്തിന്റെ ഇരുണ്ട മുറിയുടെ മൂലയ്ക്ക് മുട്ടിന്മേൽ ഓച്ചാനിച്ചു നിന്ന് നിതാ ഞാൻ നിന്റെ ദാസി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്. ടാനർ എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ മനോഹരമായ ഒരു ക്യാൻവാസിൽ ഈ ചിത്രം വരച്ചിട്ടുണ്ട്. ആ അമ്മയുടെ മകൻ 33.5 വർഷം കഴിഞ്ഞപ്പോ ഒലിവ് പൂത്തൊരു രാത്രിയിൽ നീസാൻ 14 നിലാവത്ത് ഒലിവ് മരങ്ങളുടെ തോട്ടത്തിന്റെ ഇടയിലിരുന്ന് മുട്ടിന്മേൽ പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങണം, എങ്കിലും ഒന്ന് പറഞ്ഞോളൂ, എന്റെ ഇഷ്ടമല്ല. നോക്കിക്കേ, 33 വർഷങ്ങളുടെ ഇടവേളയിൽ ഒരമ്മയിലും മകനിലും ഒരേ ആത്മഭാവം, ദൈവഹിതത്തെ സ്വീകരിക്കുന്നതിൽ ഒരേ വാക്കുകൾ. ഇത് അമ്മയിൽ നിന്ന് മകന് കിട്ടി എന്ന് ഞാൻ പറഞ്ഞാൽ അത് വേദവിപരീതമാകും. അത് ഞാൻ പറയുന്നില്ല, പറയാൻ തുനിയുന്നുമില്ല. മറിച്ച് അമ്മയിലും മകനിലും ഒരേ ഭാവമാണ്, ഒരേ ആധ്യാത്മികതയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുക, ജനറ്റിക് ട്രാൻസ്മിഷൻ ഓഫ് സ്പിരിച്വൽ വാല്യൂസ്. വേദനകളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വന്നപ്പോ അവന്റെ അമ്മ മൗനമായിരുന്നു എന്നാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതുപോലെ തന്നെയാണ് 33 വർഷങ്ങൾക്ക് ശേഷം പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ ഒന്നും മിണ്ടാത്തൊരു പുത്രനെ കാണാം. വിധിയുടെ ക്രൂരമായ സംഹാര നടനം നടക്കുമ്പോൾ എല്ലാം ഉള്ളിലൊതുക്കി ദൈവത്തെ മുറുകെ പിടിക്കുന്നൊരമ്മ, ഒരു പുത്രൻ. ഇതാണ് തലമുറകളിൽ കാണുന്ന ആധ്യാത്മിക ഭാവം. അവൻ മിണ്ടാതെ തൂണിനെ കെട്ടിപ്പിടിച്ചു എന്നാണ് ദുഃഖവെള്ളിയാഴ്ച ഒരു വായനയിൽ നാം കേൾക്കുക. പരിശുദ്ധ മറിയം, നിന്റെ ഇടനെഞ്ചിൽ കൂടെ ഒരു വാള് കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ സങ്കടങ്ങൾ ആഞ്ഞു പുൽകിയപ്പോൾ മറിയമിന്റെ പാട്ട്. വേദന വരുമ്പോ ആര് പാടുമെന്ന? എവിടെ പാടാന്? പക്ഷെ പുത്രനും പെസഹ രാത്രിയിൽ
ആ കുർബാന ചൊല്ലിയ ശേഷം കെദ്രോൻ തോടിന്റെ അക്കരയ്ക്ക് പോകുന്നതിന് മുമ്പ് നാം ഇങ്ങനെ വായിക്കുന്നു, സ്തോത്രം പാടിയ ശേഷം കർത്താവ് പോയി. അപകടങ്ങളിൽ, വേദനകളിൽ പാട്ടുപാടുന്ന ഒരമ്മ നസറേത്തിലെ ഓണംകേറ മൂലയിലുള്ള വീട്ടിൽ. ഈ അമ്മ പാട്ടുപാടുന്നത് കണ്ടുവോ മകനെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ ആ അമ്മയുടെ മകനും സങ്കടങ്ങളുടെ കാസായുടെ അടിമട്ട് വരെ വലിച്ചു കുടിക്കുമ്പോൾ സ്തോത്രത്തിന്റെ പാട്ടുപാടി. ലൂക്കോസ് 2 നാം കാണുന്നുണ്ട്, അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും. സുവിശേഷങ്ങളിൽ 2 വാക്ക് ഞാൻ സൂചിപ്പിക്കട്ടെ. 1 ആണ്ടുതോറും, 2 പതിവ് പോലെ. അതൊരു യൂഷ്വൽ ഡിസിപ്ലിനെ സൂചിപ്പിക്കുക. യെരൂശലേമിലേക്ക് പോവുക പതിവായിരുന്നു അമ്മയപ്പന്മാർ. യേശു ക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നു യോഹന്നാൻ 7:10, പതിവ് പോലെ പെരുന്നാളിന് പോയി. വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഇത് അമ്മയിൽ നിന്ന് പുത്രന് കിട്ടി എന്നൊന്നും ഞാൻ പറയില്ല, അത് തെറ്റാണ്. ഒന്ന് മാത്രം ഞാൻ പറയും, നസറേത്തിൽ ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ 200 കിലോമീറ്ററിലധികം അവർ സഞ്ചരിച്ചിട്ടില്ല, ഒരു സർവകലാശാലയിലും പഠിച്ചിട്ടില്ല, ഒരു പുസ്തകവും എഴുതിയിട്ടില്ല, ഒരു സെൽഫി പോലും എടുത്തിട്ടില്ല. എന്നിട്ടും ആ കുടുംബത്തെ വിളിക്കുന്നു തിരുക്കുടുംബം. അവിടെ ആധ്യാത്മികതയുടെ ഭാവങ്ങൾ മാതാപിതാക്കളിലും മക്കളിലും ഒരേപോലെ കാണാം. അതുകൊണ്ടാണ് മറിയം വിളിച്ചു പറയുന്നു, ഈ പെരുന്നാളിൽ ഉണ്ടാകണം ജനറ്റിക് ട്രാൻസ്മിഷൻ ഓഫ് സ്പിരിച്വൽ വാല്യൂസ്. എവിടെയാണത് ആരംഭിക്കുക? ജനറ്റിക് എഞ്ചിനീയറിംഗ് കണ്ടുപിടിച്ചത് 1 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. പക്ഷെ ഈ പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിലുണ്ട്, യാക്കോബ്, പുള്ളി സൂത്രപ്പണിയുടെ ആശാനാണ്. അപ്പന് പാലും വെള്ളത്തിൽ പണി കൊടുത്ത ആളാണ്. ചേട്ടന് ഒന്നാന്തരായിട്ട് കളിപ്പിച്ച പാർട്ടിയാണ്. അവസാനം അമ്മായിയപ്പനും അമ്മാച്ചനുമായി ലാബാന്റെ വീട്ടിൽ 21 വർഷം താമസിക്കുന്നുണ്ട്. 2 പെൺപിള്ളേരെ കെട്ടി, ലേയും റാഹേലും. അങ്ങനെ 21 വർഷം കഴിഞ്ഞ് തിരിച്ചു പോരാറായപ്പോ ഭാഗം വെച്ചു കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അമ്മായിയപ്പനും മരുമോനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഒരു ഉടമ്പടി ചെയ്തു. ആടുകളാണ് കൂടുതൽ. ഈ വെള്ളയാടുകൾ അമ്മായിയപ്പനും, വരയും പുള്ളിയും ഉള്ളതൊക്കെ മരുമോനും. ഭാവിയിൽ വയ്ക്കാവുന്ന ഭാഗത്തെക്കുറിച്ച് മുൻകൂട്ടി പറയുക. മരുമോനാര മോൻ യാക്കോബ്. അവിടെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് പ്രയോഗിക്കുന്നത്. ആടുകളെ കെട്ടിയിരുന്ന പുന്ന ബദാം അരിഞ്ഞിൽ വൃക്ഷത്തിന്റെ ആലകൾ, ഈ ആടുകൾ മേറ്റി ചെനയേൽക്കുന്ന സമയത്ത് ആടുകളെ കെട്ടിയിരുന്ന ഈ ആലയുടെ കമ്പുകൾ തോലുരിച്ച് വരയും പുള്ളിയുമായി നിർത്തി യാക്കോബ്. അത് കണ്ടുകൊണ്ട് കുഞ്ഞിനെ ഉള്ളിൽ വഹിച്ച ആടുകളൊക്കെ പ്രസവിച്ചൊരു നല്ല ബലമുള്ള വരയും പുള്ളിയുള്ളതാണ്. അതുമെല്ലാം അടിച്ചോണ്ട് മരുമോ സ്ഥലം വിടുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ജനറ്റിക് എഞ്ചിനീയറിംഗ് കണ്ടുപിടിച്ചത് യാക്കോബ. പണ്ടേ ഒരു മൃഗത്തിന് പോലും അമ്മയുടെ വിചാരങ്ങൾ സ്വാധീനിക്കുമെങ്കിൽ കൊച്ചു യോഹന്നാന്റെ തുള്ളൽ ഓർമ്മയില്ലേ? പരിശുദ്ധ മറിയത്തിന്റെ വന്ദനസ്വരം ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ തുള്ളി എന്നാണ്. ഇന്നും നമ്മുടെ പിള്ളേർ തുള്ളുന്നുണ്ട്. എന്നാ കണ്ടോണ്ടാണ് തുള്ളേണ്ടത്? അമ്മയപ്പന്മാരുടെ എന്നാ കണ്ടോണ്ടാണ് പിള്ളേർ തുള്ളേണ്ടതെന്നുള്ളൊരു ചോദ്യമാണ്. സഹോദരങ്ങളെ, ജനറ്റിക് ട്രാൻസ്മിഷൻ ഓഫ് സ്പിരിച്വൽ വാല്യൂസ്. ലോകത്തൊരു വലിയ മ്യൂസീഷ്യൻ ഉണ്ട്, മൊസാർട്ട്. അദ്ദേഹത്തിൻ്റെ സിംഫണികളൊക്കെ വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറയും, ഞാനൊരു നല്ല മ്യൂസീഷ്യനാകാൻ കാരണം എൻ്റെ അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ, ഗർഭം ധരിച്ചിരുന്നപ്പോൾ 10 മാസവും വിയറ്റ്നാം കത്തീഡ്രലിലെ കൊയറിലെ മെമ്പറായിരുന്നു എൻ്റെ അമ്മ. ബെഡ് റെസ്റ്റിൻ്റെ കാലമൊന്നുമല്ല കേട്ടോ. 10 മാസവും എന്നെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് അമ്മ പള്ളിയിൽ പോകും, പാട്ടുപാടും നിരന്തരം. ആ പാട്ട് കേട്ടാണ് ഞാൻ രൂപപ്പെട്ടത്. ആ പാട്ട് കേട്ടാണ് ഉള്ളിൽ എനിക്ക് അസ്ഥിയും മജ്ജയും പിടിച്ചത്. അതുകൊണ്ടാണ് ഞാനൊരു പാട്ടുകാരനായതെന്ന്. ഒന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, 37-ാം സങ്കീർത്തനം 25-ാം വാക്യം മാത്രമേ എനിക്ക് വിളിച്ചു പറയാനുള്ളൂ. നീതിമാന്റെ സന്തതി ആഹാരമിരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
നീതിമാന്റെ സന്തതി ആഹാരമിരുക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. പ്രിയ മാതാപിതാക്കളെ, ഞാനൊരു അപ്പനാണ്. എന്നെ കേൾക്കുന്ന അമ്മമാർ, അപ്പന്മാർ ഇവിടെ ഇരിക്കുന്നു. ഈ രാത്രി അമ്മ മറിയം പറയുന്നു, നിന്റെ കുടുംബത്തിൽ ആത്മീക മൂല്യങ്ങളെ പകരുന്നുണ്ടോ? ആത്മീക പൈതൃകങ്ങളുടെ കാവലാളായി മാറുന്നുണ്ടോ? 1918 മാരാമൺ കൺവെൻഷൻ നടക്കുന്നു. 102-103 വർഷമായി. അന്ന് പ്രസംഗിക്കുന്നത് 1918 മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് ഒരു വലിയ മനുഷ്യനാണ്, സാധു സുന്ദർ സിംഗ്. ക്രിസ്തുവിലേക്ക് ആദായപ്പെട്ട ഒരു സിഖുകാരൻ. മണൽപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ പ്രസംഗം കേൾക്കുന്നു. ഒരച്ഛൻ്റെ കൊച്ചമ്മ ആ മണപ്പുറത്തിരിപ്പുണ്ട്, കെ.ഇ. ഉമ്മൻ കശീശയുടെ കൊച്ചമ്മ. ഈ കൊച്ചമ്മ ഗർഭിണിയാണ്, ശോശാമ്മ കൊച്ചമ്മ. ശോശാമ്മ കൊച്ചമ്മ ഗർഭിണിയാണ്. സാധു സുന്ദർ സിംഗിന്റെ ജീവനുള്ള ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന വചനം ആ മണപ്പുറത്തിരുന്ന് കേൾക്കുമ്പോ ഈ കൊച്ചമ്മ ഉള്ളിൽ ആത്മാവിൽ നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. തൻ്റെ ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിച്ചു, ഈ കുഞ്ഞിനെ ദൈവം ഏറ്റെടുക്കണമേ, ഈ കുഞ്ഞിനെ ദൈവം വഹിക്കണമേ. ആ കുട്ടിയെ നിങ്ങൾക്കറിയാം, ആ കുട്ടിയെ നാലാഞ്ചിറക്കാർക്കറിയാം. 1918 ജനിച്ച ആ കുട്ടി മരിച്ചിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. മർത്തോമാ സഭയുടെ വലിയ മെത്രാപ്പോലിത്ത ക്രിസോസ്റ്റം മെത്രാപ്പോലിത്തയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു പൈതൃകത്തിന്റെ ഏറ്റെടുക്കലാണ്, അമ്മമാരുടെ ബോധ്യങ്ങളുടെ അനുഭവമാണ്. ആത്മീക മൂല്യങ്ങളെ പകർന്നു കൊടുക്കുമോ? അലക്സാണ്ടർ ജേക്കബ് IPS, അദ്ദേഹം വലിയൊരു ആത്മീക പണ്ഡിതനാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു അദ്ദേഹം. നാളെ തിങ്കളാഴ്ച സ്കൂളിൽ വാർഷിക പരീക്ഷയാണ്, 10ാം ക്ലാസ്സിലെ പരീക്ഷ തുടങ്ങുന്നു. ഇന്ന് ഞായറാഴ്ച. കൊച്ച് അലക്സാണ്ടർ പള്ളിയിൽ പോകുന്നില്ല. രാവിലെ അപ്പൻ തിരക്കി, അലക്സാണ്ടറെ എന്താ പള്ളിയിൽ പോകത്തെ? നാളെ പരീക്ഷയല്ലേ, ഇന്ന് ആരും സൺഡേ സ്കൂളിന് വരില്ല, നാളെ പരീക്ഷ തുടങ്ങണം. നമ്മളും അങ്ങനെയാണല്ലോ, നമ്മളെ മക്കളും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൻ പറഞ്ഞു പോകണം. അലക്സാണ്ടർ പിന്നെയും മടിച്ചു. അലക്സാണ്ടറുടെ അപ്പൻ പിന്നെ വടിയെടുത്തു എന്നാണ്. അന്ന് വിതുമ്പിക്കൊണ്ടാണ് സൺഡേ സ്കൂളിൽ പോയത്. അലക്സാണ്ടർ സാറ് പറയും, എൻ്റെ കൂട്ടുകാരേക്കാൾ കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടി. അന്ന് പലരും വന്നിരുന്നില്ല സൺഡേ സ്കൂളിൽ. മാർക്ക് കിട്ടിയെന്നല്ല പ്രശ്നം, പിൽക്കാലത്ത് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുമായിരുന്നൊരു സാക്ഷ്യം പോലെ, എൻ്റെ അപ്പനെ ഓർത്ത് എനിക്ക് അഭിമാനമാണ്, എൻ്റെ അപ്പനെ ഓർത്ത് എനിക്ക് അഭിമാനമാണ്. പ്രിയപ്പെട്ട സ്നേഹിത, നിന്റെ മാതൃത്വം തോറ്റുപോകുന്നുണ്ടോ? ഒരു ക്രിസ്ത്യൻ പേരന്റിങ് നമ്മൾ എത്രമാത്രം ഭംഗിയായി നടത്തുന്നുണ്ട്? വിവാഹ ശുശ്രൂഷയിൽ കല്യാണം കഴിച്ചവർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഒത്തിരി. വിവാഹ ശുശ്രൂഷയിൽ കല്യാണം കെട്ടിച്ചിട്ട് ആ സമയത്ത് ഒരു ആശംസയുണ്ട്, അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് അനുഗ്രഹീത സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. രണ്ടും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പറഞ്ഞത്, അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. ഇതിലും വലിയൊരു ബ്ലെസ്സിങ് ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് മക്കളില്ലാത്ത വിഷമത്തെക്കാൾ ഭയങ്കരമാണ് മക്കളെ കൊണ്ടുള്ള വിഷമങ്ങൾ. ശരിയല്ലേ? നമ്മുടെ പല വീടുകളിലെയും മതിലുകളിൽ വീടിന്റെ തേങ്ങലുകൾ തട്ടി നിൽക്കുക, പുറത്തേക്കൊന്നും വരുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ടാറിട്ട റോഡിലേക്കും പള്ളി വരാന്തകളിലേക്കും വീടിന്റെ സങ്കടങ്ങൾ വരുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. പല വീടുകളിലെയും ചുവരുകളിലും മതിൽക്കെട്ടുകളിലും ഉള്ളിലെ തേങ്ങലുകൾ തളം കെട്ടി തട്ടി നിൽക്കുകയാണ്. ഇതിൽ പരം ഒരു ബ്ലെസ്സിങ് എന്താ? തലമുറകളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുക. പൗലോസ്ലീഹ തന്റെ സഹയാത്രികൻ തീമോത്തിയോസിനോട് പറയുന്നുണ്ട്, 2 തീമോത്തിയോസ് 1:5, മകനെ തീമോത്തിയോസേ, നീ എത്രമാത്രം മിടുക്കനാ കുഞ്ഞേ, നിന്റെ ആധ്യാത്മിക എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതാ. ഈ വിശ്വാസം നിന്റെ വല്യമ്മ ലോവീസിലും അമ്മ യുണീക്കിയിലും ഉണ്ടെന്ന് ഞാൻ
ഉണ്ട്, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നിന്റെ വല്യമ്മച്ചയുടെ വിശ്വാസമാണ് തീമോത്തിയോസേ. 4-ാം ചിറയിലെ തീമോത്തിയോസുമാർ ഒറ്റ വീട്ടിലുണ്ടല്ലോ, ചെറുതുകളൊക്കെ വീട്ടിലിരിക്കുമല്ലേ. നമ്മുടെ കൊച്ചുങ്ങൾ നമ്മുടെ മക്കളെ കുറിച്ച് പറയും, ആ വല്യമ്മച്ചയുടെ വിശ്വാസം, അവൻ്റെ മമ്മിയുടെ, അവൻ്റെ അമ്മയുടെ ആത്മീക ബോധ്യ. ഇപ്പം ആ ടോണിലല്ല നാട്ടുകാർ പറയുക, അല്ലെങ്കിൽ അവൻ്റെ അപ്പൻ്റെ അതേ സ്വഭാവമാണെന്നാണ് പറയുക. ആ വിശ്വാസം നിന്നിലും ഉണ്ടെന്ന്. വിശുദ്ധി ഒരു തരംഗമായി പടരണം. കുളത്തിന്റെ നടുക്കൊരു കല്ല് വീണാൽ ആ തരംഗം തീരം വരെ അലയടിക്കും എന്ന് പറഞ്ഞതുപോലെയാ. മുടിയൻ പുത്രന്റെ കഥ മനോഹരമാണ്. ഒരു കുഴപ്പമേ ഉള്ളൂ, ആ കഥയിൽ ഒരു അമ്മയില്ല. ഞാൻ ചോദിക്കട്ടെ, അമ്മയുള്ള വീട്ടിൽ നിന്ന് ആരാണ് പുറപ്പെട്ടു പോവുക? അമ്മയുള്ള വീട്ടിൽ നിന്ന് ആരാണ് പുറപ്പെട്ടു പോവുക? ആരും പുറപ്പെട്ടു പോകില്ല. അടുത്ത കാലത്ത് ഞാൻ അത് ഓർമ്മ വരുന്നത് കൊണ്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അമ്മമാരുടെ വാഴ്ത്താണ് ഈ രാത്രി. ആശ്വാസം എന്നൊരു ചെറിയ ഗദ്യ കവിത കണ്ടു. അതിങ്ങനെയാണ്, ഒരാളുടെ അമ്മയെക്കുറിച്ച് എഴുതിയതാണ്, അപാരമായ ഫീലിങ്ങിൽ. അതിങ്ങനെയാണ്: അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി. അങ്ങനെ തുടങ്ങുക. ആദ്യത്തെ വരി വായിച്ചപ്പോൾ ഞാനും ഞെട്ടി. എന്താ ഇങ്ങനെ? അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴപ്പട്ടിണി കിടക്കാം, ആരും സ്വൈര്യം കെടുത്തില്ല. ഭാര്യമാര് ചിലപ്പോൾ വിളമ്പി വെക്കത്തേ ഉള്ളൂ. ആ കവിത ഇങ്ങനെയാണ്: അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴപ്പട്ടിണി കിടക്കാം, ആരും സ്വൈര്യം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തല തോർത്താതെ നടക്കാം, ആരും ഇഴവിടർത്തി നോക്കില്ല. ഇതൊക്കെ അമ്മമാരുടെ ജോലിയല്ലേ? ഇനി എനിക്ക് കിണറിന്റെ ആൾമറയിൽ ഇരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം, പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. അമ്മമാരെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ച് എടുക്കേണ്ട, വിഷം തീണ്ടി രോമത്തുള്ളികളിലൂടെ ചോര വാർന്ന് ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതെയായി. ഇനി എനിക്ക് എത്തിയിടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്ക് ഇന്നലെ ഇല്ലാതെയായി. ഇവിടെ ഇരിക്കുന്നവർ അമ്മമാർ മരിച്ചവരുണ്ടാകും. അമ്മ മരിച്ചുപോയവർ ഇന്ന് ഈ പള്ളിയിലിരിപ്പുണ്ട്, ഓൺലൈനിൽ എന്നെ കേൾക്കുന്നുണ്ട്. അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ പ്രിവിലേജ് അത് തന്നെയാണ്. കവിതയുടെ അവസാനത്തെ വരി എൻ്റെ കണ്ണ് നനയിച്ചതാണ്: ഇനി എനിക്ക് എത്തിയിടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്ക് ഇന്നലെ ഇല്ലാതെയായി. ഒരമ്മയ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. ഇപ്പൊ വീടിന് 4 താക്കോലുണ്ടായതുകൊണ്ടേ അവനവന്റെ സൗകര്യത്തിന് തുറന്നു കിടന്നുറങ്ങാം, ആരും ചോദിക്കാനില്ല, ആരും കാത്തിരിക്കാനില്ല. 22 കഴിഞ്ഞ മകന്റെ ബൈക്കിന്റെ ശബ്ദം 50 മീറ്റർ ദൂരെ കേൾക്കുമ്പോഴേ കൃത്യമായി അമ്മയ്ക്കറിയാം ആ റോഡിൽ കൂടെ 100 ബൈക്ക് പാഞ്ഞു പോകുന്നതാ. ഈ അമ്മ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടുള്ള പാർട്ടിയല്ല. ഒരമ്മയ്ക്ക് മാത്രം അതറിയാം. സഹോദരങ്ങളെ, ആരാണ് ഒരമ്മ? അമ്മ മറിയം വിളിച്ചു പറയുക, ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഒരമ്മ. വിശുദ്ധി ഇങ്ങനെ പടർത്തി കൊടുക്കുന്ന, തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്ന. പണ്ടൊക്കെ നമ്മൾ പഠിച്ചത്, എന്നേക്കാൾ മൂത്ത തലമുറ ഇവിടെ ഇരിക്കുന്നു, ആദരവോടെ ഞാൻ ചോദിക്കട്ടെ, അക്ഷരമാണോ നമ്മൾ ആദ്യം പഠിച്ചത്, സങ്കീർത്തനമാണോ? നിങ്ങൾ മിണ്ടില്ലേ? എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കോളൂന്നേ. അക്ഷരമാണോ ആദ്യം പഠിച്ചത്, സങ്കീർത്തനമാണോ? എന്തുകൊണ്ട്? അക്ഷരം പഠിക്കുന്നത് ലേണിംഗ് ആണ്, സ്റ്റഡിങ് ആണ്. സങ്കീർത്തനം അതിനു മുമ്പേ നാം പഠിച്ചതിൻ്റെ പേര് പ്രോഗ്രാമിംഗ് എന്നാണ്. അക്ഷരം പഠിക്കുന്നതിന് മുമ്പേ ചൊല്ലിത്തന്ന സങ്കീർത്തനങ്ങൾ, നാം കാണാതെ പഠിച്ച പ്രാർത്ഥനകൾ. ഇന്നോ ഓൺലൈൻ വിദ്യാഭ്യാസം അരങ്ങ് തകർക്കുമ്പോൾ രാവിലെ 5:30 തുടങ്ങാം ക്ലാസ്. പ്രഭാതത്തിലെ ചെറിയ പ്രാർത്ഥനകളും പണയം വെച്ചില്ലേ നാം?
സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ കുഞ്ഞുങ്ങളോട് ഓൺലൈനിൽ ചോദിക്കാറുണ്ട്, വൈകിട്ട് പ്രാർത്ഥിക്കുമോ അച്ചോ? രാവിലെ. ക്രിസ്ത്യൻ പേരന്റിങ് പരാജയപ്പെട്ടില്ലേ? ഒരമ്മ എന്നുള്ള നിലയിൽ എന്നെ കേൾക്കുന്ന നീ പരാജയമല്ലേ? ഒരപ്പൻ എന്നുള്ള നിലയിൽ ഞാൻ ചിലപ്പോൾ പരാജയപ്പെടുന്നില്ലേ? പ്രിയപ്പെട്ട, ഒരു പഴയ നിയമത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. യാഗപീഠങ്ങളിൽ ഒരബ്രഹാമുണ്ട്. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. ലോത്തിനെ പിരിയുന്ന അബ്രഹാം തെക്കോട്ട് പോകുന്ന അത്ര ശുഭമുള്ള ഏർപ്പാടല്ല നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം പറഞ്ഞാൽ പോലും. പക്ഷെ അവിടെയൊക്കെ നാം വായിക്കുന്നുണ്ട്, അബ്രഹാം പോകുന്നിടത്തൊക്കെയും യഹോവയ്ക്ക് യാഗപീഠം പണിഞ്ഞു. തെക്കോട്ട് പോകും തോറും ദൈവത്തിന് യാഗപീഠം പണിയുന്ന ഒരു അബ്രഹാം, ദൈവത്തെ മുറുകെ പിടിക്കുന്ന അബ്രഹാം. ആ അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് 40-ാമത്തെ വയസ്സ് കല്യാണം കഴിച്ചു. 60 വയസ്സ് വരെ മക്കളില്ല. ഇസഹാക്കോ വൈകുന്നേരമായപ്പോൾ ധ്യാനിപ്പാൻ വെളിം പ്രദേശത്ത് പോയിരിക്കുകയായിരുന്നു. യാഗപീഠങ്ങൾ പണിഞ്ഞ അബ്രഹാം, മരുഭൂമികളെ യാഗശാലകളാക്കി അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് മരുഭൂമിയുടെ താഴ്വാരങ്ങളിൽ മക്കളില്ലാത്ത വേദനകളിൽ ആധ്യാത്മികതയുടെ ധ്യാനോത്സവം തീർക്കുന്നുണ്ട്. അതാണ് അപ്പന്റെ മകൻ. ഇസഹാക്കിന്റെ മകൻ യാക്കോബോ, ജീവിതത്തിൽ പല ഉയർച്ചകളും താഴ്ചകളും യാക്കോബ് വന്നിട്ടുണ്ട്. ഒരു ഡ്യുവൽ ക്യാരക്ടർ, ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന ഒരാളാണ് യാക്കോബ്. ആ യാക്കോബ് ദൈവത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ അൺലെസ് യു ബ്ലെസ് മീ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഈ യാക്കോബിന്റെ മകൻ യോസഫ് അന്യദേശത്ത് ഒരു സ്ത്രീയുടെ പ്രലോഭനത്തിൽ വീണപ്പോഴും സത്യദൈവത്തെ മുറുകെ പിടിക്കുന്ന, ഏറ്റുപറയുന്ന, ഇതാണ് ഞാൻ പറഞ്ഞത്, ജനറ്റിക് ട്രാൻസ്മിഷൻ ഓഫ് സ്പിരിച്വൽ വാല്യൂസ്. തലമുറകളിലൂടെ അബ്രഹാം, ഇസഹാക്കിലൂടെ, യാക്കോബിലൂടെ, ജോസഫിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന തരംഗമായി പാഞ്ഞു പോകുന്ന ആധ്യാത്മികതയുടെ ലാവണ്യം. ഞാൻ സത്യമായിട്ട് പച്ചയ്ക്ക് പറയട്ടെ, ചോദിക്കട്ടെ, നമ്മളൊക്കെ അനുഭവിക്കുന്ന ഈ നന്മ നമ്മുടെ വല്യപ്പൻ്റെ വല്യമ്മയുടെയൊക്കെ പ്രാർത്ഥനയുടെയൊക്കെ അല്ലേ? അല്ലാതെ ഈ കറുത്ത 6 മുഴം ചേലയ്ക്കുള്ളിൽ നിൽക്കുന്ന എൻ്റെ ഗുരുത്വക്കേട് വെച്ച് നോക്കിയാൽ പറ്റില്ല. ഈ കൃപയ്ക്കൊന്നും ഞാൻ അർഹനല്ല. നിങ്ങളും അങ്ങനെ തന്നെ അനുഭവിക്കുന്നവരൊക്കെ ആ പഴയ വറുതിയുടെ നാളുകളിലൊക്കെ വെളുപ്പിനൊക്കെ നേരത്തെ എഴുന്നേറ്റിരുന്ന് പാട്ടുപാടിയ ചിലരുണ്ടായിരുന്നു. നിർദോഷമായ ഭക്തിയിൽ നേരം വെളുക്കുമ്പോഴേ പാഞ്ഞു പള്ളിയിലേക്ക് ഓടിയ ചിലരുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. നാം അനുഭവിക്കുന്നൊരാകൃപയ. നമ്മുടെ പിള്ളേരെന്തോ അനുഭവിക്കണം. നമ്മുടേതാണ് നമ്മുടെ മക്കൾക്ക് ഇനി കിട്ടേണ്ടത്. എന്ത് കൊടുത്തിട്ടുണ്ട്, എന്ത് ബാക്കി വെച്ചിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, ജന്മം കൊണ്ടാരും അമ്മയാകില്ല, കർമ്മം കൊണ്ടാണ്. വിശുദ്ധരായ അമ്മമാരുണ്ടായാൽ മതി, ആ വീട് അനുഗ്രഹിക്കപ്പെട്ടതാണ്. മാത്തമാറ്റിക്സിൽ കോൺവേഴ്സ് തിയറി എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്. അതിങ്ങനെയാണ്, എ ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു, ചുമ്മാ പറഞ്ഞോന്നേ, എ ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു, മിണ്ടില്ല നിങ്ങളല്ലേ, എ ആകണം, അല്ലാതെ തരവില്ല. എ ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു. അങ്ങനെയാണെങ്കിൽ മറിയം അമ്മയാണെങ്കിൽ എല്ലാ അമ്മമാരും ആരാകണം? മറിയം. എല്ലാ ക്രൈസ്തവ മാതാക്കളിലും ഒരു മറിയമുണ്ട്. വേദപുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മമാർ ഒത്തിരി ഉണ്ട്, എങ്കിലും യോഖേബദ് എന്ന് പറയുന്നൊരു അമ്മയുണ്ട്. ആരുടെ അമ്മയാണ്? മോശയുടെ അമ്മ. ഈ മോശയുടെ അമ്മ കുഞ്ഞിനെ വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ മതിയാകില്ല എന്നൊരു ഘട്ടം വന്നപ്പോൾ എന്നാ ചെയ്തത്? ഒരു പേപ്പറസ് ബാസ്ക്കറ്റ്, ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി. അതിലെന്ത് ചെയ്തു? കുഞ്ഞിനെ അല്ല, കുഞ്ഞിനെ കിടത്തുന്നതിന് മുമ്പ് ആ പെട്ടകത്തിൽ 2 കാര്യങ്ങൾ ചെയ്തു. പശയും കീലും തേച്ചു. ബിറ്റുമിൻ ആൻഡ് ടാർ എന്നാണ്. ഓർക്കണം, ഇവൾ ഉണ്ടാക്കിയ പെട്ടകമല്ല, ഇവൾ വാങ്ങിയ പെട്ടകമാണ്. കമ്പോളത്തിൽ നിന്ന് വാങ്ങിയ പെട്ടകം വളരെ നല്ലതായിരിക്കും. എന്നിട്ടും വീട്ടിൽ ഇവൾ തേച്ച പശയും കീലും എന്തിനെ സൂചിപ്പിക്കുന്നു? അതുകൊണ്ട് ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ വെള്ളം കയറിയില്ല. നൈൽ നദിയുടെ ഓളപ്പരപ്പുകളിൽ ഓടിക്കളിച്ചപ്പോൾ
നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി പെട്ടകം ഒരുക്കുന്നുണ്ട്. വിദ്യാഭ്യാസം ഒരു പെട്ടകമാണ്. ഒരുക്കി വച്ചിരിക്കുന്ന ബാങ്കിലെ അക്കങ്ങളുടെ സംഖ്യകൾ ഒരു പെട്ടകമാണ്. നാം പണിഞ്ഞുയർത്തിയിരിക്കുന്ന രമ്യഹർമ്മം ഒരു പെട്ടകമാണ്. നാം അവിടെ വാങ്ങിയിട്ടിരിക്കുന്ന വസ്തു ഒരു പെട്ടകമാണ്. മക്കളുടെ ഒരു ആവശ്യം വരുമ്പോൾ നടക്കട്ടെ, കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെന്നേ. പ്രിയപ്പെട്ടവർ, ഈ പെട്ടകത്തിലൊക്കെ വെള്ളം കയറും. വെള്ളം കയറാതിരിക്കണമെങ്കിൽ ഞാൻ എത്ര മിടുക്കനായാലും, ഞാൻ എത്ര മികവുള്ളവനായാലും, ഞാൻ എത്ര പ്രൊഫഷണലായാലും, ഞാൻ എത്ര സ്മാർട്ടായാലും, നിന്റെ വീട്ടിൽ പ്രാർത്ഥന എന്ന പശ തേക്കുമോ? ഒട്ടിച്ചു നിർത്താനാണ് പശ. ദൈവബന്ധത്തെ ചേർത്ത് പിടിക്കുന്ന പ്രാർത്ഥന എന്ന പശ തേക്കുമോ? യോഖേബദേ. ഇന്ന് രാത്രി ഞാൻ ഈ അമ്മമാരെ വിളിക്കുക, യോഖേബദേ. കീല് വാട്ടർ പ്രൂഫ് ആകാനാ, വെള്ളം കയറാതിരിക്കാനാ. ദൈവകൃപയുടെ കീല് തേക്കണ്ടേ? നമ്മളൊരുക്കുന്ന പെട്ടകം ഒന്നും തുണയ്ക്കില്ല പ്രിയപ്പെട്ടവരെ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ ഒരു രംഗമുണ്ട്. മോശ ഇസ്രായേൽ മക്കളെയും കൊണ്ട് നടക്കുക. മുന്നോട്ട് പോകുന്ന വഴിക്ക് അമാലേഖരുമായിട്ട് യുദ്ധം നടക്കുക. മോശ ഒരു കുന്നിന്റെ മുകളിൽ ഇരിക്കുക. താഴ്വരയിൽ പൊരിഞ്ഞ സംഘട്ടനം, അമാലേഖരും ഇസ്രായേലും തമ്മിൽ. പക്ഷെ ആ പർവ്വതത്തിന്റെ മുകളിലിരിക്കുന്ന മോശയുടെ കരങ്ങൾ ഉയർന്നിരിക്കുക. കൈ തളരുമ്പോൾ രണ്ട് വശത്ത് നിന്ന് അഹറോനും ഹൂരുമൊക്കെ താങ്ങിപ്പിടിക്കുക. വായിച്ചിട്ടുള്ളതല്ലേ? താങ്ങിപ്പിടിക്കുക. എപ്പോൾ ഈ കരം താഴുന്നോ അപ്പോൾ താഴ്വരയിൽ ഇസ്രായേൽ പരാജയപ്പെടുക. അപ്പോൾ ചിന്തിക്കണം, ആയുധങ്ങളല്ല, പടക്കോപ്പുകളല്ല, കുതിരയുടെ ബലമല്ല, ഇതിലൊന്നുമല്ല ദൈവത്തിന്റെ കൃപ. നമ്മുടെ മക്കൾ ലോകത്തോട് ഒരു യുദ്ധത്തിലാണ്. അവരുടെ യൗവനത്തെ ലോകം വഴിതെറ്റിക്കും. അവരുടെ കൗമാരം വല്ലാതെ വഴിതെറ്റുന്ന കാലമാണ്. പ്രായം എത്തുന്നതിന് മുമ്പേ പാകമാകുന്ന കൗമാരം. വിലക്കപ്പെട്ട കനികൾ 5-ാം വയസ്സിലും 6-ാം വയസ്സിലും തുറന്ന സ്ക്രീനിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൺമുന്നിലേക്ക് വിരുന്നെത്തുന്ന കാലമാണ്. വിവേകം എത്തുന്നതിന് മുമ്പേ വികാരമുണരുന്ന കാലമാണ്. എങ്ങനെ മക്കൾ പിഴയ്ക്കാതിരിക്കണം? ഒന്നേയുള്ളൂ, മോശയുടെ കരങ്ങൾ ഉയർന്നിരുന്നു. പ്രിയപ്പെട്ട മാതാവേ, നമ്മുടെ കരം ഉയരുന്നിടത്ത്, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനാ പായയിൽ നിന്റെ കരം ഉയരുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് പിഴച്ചു പോകില്ല. എവിടെ മാതാപിതാക്കളുടെ കരം ദൈവസന്നിധിയിൽ താഴുന്നുവോ അവിടെ കുഞ്ഞുങ്ങൾ പിഴയ്ക്കാൻ തുടങ്ങും. നമ്മുടെ ഒരു മുൻതലമുറയുടെ കരങ്ങൾ പാതിരാവിൽ തമ്പുരാന്റെ മുമ്പിൽ ഉയർന്നിരുന്നതിന്റെ കൃപയാണ് ഈ നാലാഞ്ചിറപ്പള്ളിയുടെ ഉള്ളിൽ നാം ഇന്ന് രാത്രി ഇരിക്കുന്നതെന്ന് മറന്നു പോകല്ലേ. ഇന്ന് സമയമില്ല നമുക്ക്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ കരങ്ങൾ താഴുമ്പോൾ, ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയൊരു വിഖ്യാതനായ മിഷണറി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പൊള്ളിക്കുന്നൊരു വാചകമുണ്ട്. അദ്ദേഹം എഴുതി തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പഴയ ഓർമ്മ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആരംഭിക്കുക. സ്വന്തം ജീവിതത്തിൽ ഏറ്റവും പഴയ ഓർമ്മ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. എൻ്റെ ബാല്യത്തിൽ, എൻ്റെ ശൈശവത്തിൽ എൻ്റെ അമ്മ എന്നെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് വീടിൻ്റെ ഉമ്മറത്ത് ഒരു കൊച്ചു പായയിൽ ഇരിക്കുമായിരുന്നു. കുറെ കഴിയുമ്പോൾ ഞാൻ ആ അമ്മയുടെ മടിയിലിരുന്ന് ഇങ്ങനെ കളിക്കും. അമ്മ പ്രാർത്ഥിക്കും. കുറെ കഴിയുമ്പോൾ എൻ്റെ നെറുകയിലേക്ക് ഒരു ചൂടുള്ള ദ്രാവകം ഇങ്ങനെ ഇറ്റിറ്റ് വീഴും. അതാണ് എൻ്റെ ഏറ്റവും പഴയ ഓർമ്മ. ഞാനിങ്ങനെ നോക്കുമ്പോൾ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് വീഴുന്ന കണ്ണുനീർത്തുള്ളികളാണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ എഴുതി തുടങ്ങുന്നു: എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പഴയ ഓർമ്മ എൻ്റെ നെറുകയിലേക്ക് ലാവ പോലെ ഇറ്റിറ്റ് വീണ പഴയ ചൂടുള്ള ഒരു ദ്രാവകത്തിൻ്റെ തുള്ളികളാണെന്ന്. ഓർക്കാൻ മക്കളിലേക്ക് എന്ത് ജനറ്റിക് ട്രാൻസ്മിഷൻ ഓഫ് സ്പിരിച്വൽ വാല്യൂസ് ആണ് നടത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചിന്ത ഞാൻ ഏതാണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. ശരിയായ ആത്മീക പൈതൃകം പേറുന്നവളാണ് അമ്മ. ആരാണൊരമ്മ? ആരായിരിക്കണം ഒരമ്മ? 2, ആരാണൊരമ്മ എന്നുള്ള ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഉത്തരം അമ്മ മറിയം പറയും: നാളത്തെ നന്മകൾ ഇന്നേ രുചിക്കുന്നവളാണ് അമ്മ. സെയിന്റ് മേരി ഫോർടേസ് ദ സ്വീറ്റ്നെസ് ഓഫ് ദ ഫ്യൂച്ചർ. നാളത്തെ നന്മകളെ ഇന്നേ രുചിക്കുക പറ്റില്ല, പാടാണ്. വിശദമാക്കാം. അമ്മയോട് ആ ദേവാലയത്തിൻ്റെ കല്ലുകൾ പാകിയ വരാന്തയിൽ
വൃദ്ധനായ ശീമോൻ മൊഴിഞ്ഞു, നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാൾ കിടക്കും. സുഖമുള്ള കാര്യമല്ലല്ലോ അത്. ആ വാചകമൊക്കെ കേട്ടിറങ്ങുന്ന അമ്മ മറിയം ഒരു മണവാട്ടിയുടെ കിനാവുകളിലേക്ക് തമ്പുരാൻ തീ കോരിയിടുന്ന ചില ദിവസങ്ങളാണത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ ദിവസങ്ങൾ ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? ഇത് തന്നെയാണല്ലേ. ഏറിയ പങ്കാളുകളും ഏറ്റവും സുഖമുള്ള ചില ദിവസങ്ങൾ കല്യാണം ഉറപ്പിച്ചിട്ട് കല്യാണത്തിനിടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പുണ്ട്. ഇപ്പം പിന്നെ വ്യാഴാഴ്ച ഉറപ്പിച്ചിട്ട് തിങ്കളാഴ്ച നടക്കുകയാണ്. പണ്ട് കുറേ കൂടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു സുഖമുള്ള കാലമാണ്, വലിയ സങ്കടങ്ങളൊന്നുമില്ല, വല്ലാത്ത പ്രതീക്ഷകൾ പൂവണിയുന്ന കാലമാണ്, സ്വപ്നങ്ങൾ വിരുന്നു വരുന്ന കാലമാണ്. അതിലൊരു സ്വസ്ഥത കിട്ടാത്ത ആളാണ് മറിയം. മണവാട്ടിയുടെ കിനാവുകളിലേക്ക് തീ കോരിയിട്ട് തമ്പുരാൻ. അവിടെയൊക്കെ ഈ വേദനകൾ വന്നപ്പോൾ അമ്മ മറിയം പറഞ്ഞു, സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന്. ഒന്ന് ഉറക്കെ പറയൂ. ഞാൻ എന്തായാലും ഇത്ര ദൂരം വന്ന ഒരാളല്ലേ, എൻ്റെ ഒരു സന്തോഷത്തിനെങ്കിലും ഒന്ന് ഉറക്കെ പറ. സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് വാഴ്ത്തും. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ വിനയപൂർവം. വാഴ്ത്തും എന്ന് മറുപടി പറഞ്ഞു. നാളെ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇത് ഏത് കാലം? ഭാവി കാലം. ഞാൻ ഇവിടെ നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോയി, ഏത് കാലം? ഭൂതം. ഞാൻ കൊട്ടാരക്കരയ്ക്ക് പോകുന്നു, വർത്തമാനം. ഞാൻ പോകും, ഭാവി. മറിയം പറഞ്ഞു, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന്. നാളെയുടെ നന്മകളെ, നാളെയുടെ ഭാഗ്യത്തെ ഇന്നേ രുചിക്കുക. ആരാണ് മറിയം? അനുഭവങ്ങളുടെ നുഖത്തിൻ കീഴിൽ കഠിനമായി മർദ്ദിക്കപ്പെട്ടവൾ. എന്നിട്ടും ഉഗ്ര കോപങ്ങളും തീവ്ര രോഷവും ഒഴിവാക്കിയ ഒരു സ്ത്രീ. ജീവിതത്തെ വാളിൻ്റെ മൂർച്ചയോടെ കഠോരമായി മുറിച്ചു മാറ്റുന്ന അനുഭവങ്ങൾ വന്നു. അപ്പോഴും പറഞ്ഞു, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ഏതാ വലുത്? ഈ കാര്യങ്ങളൊക്കെയോ? നമുക്കറിയാം. ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ, പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ പഠിക്കുമ്പോൾ അവരടങ്ങി ഒതുങ്ങി കോളേജിൽ പോകും. വലിയ ബഹളം ഉണ്ടാക്കത്തില്ല പല കോഴ്സുകൾക്കും. എന്താണെന്ന് കാരണം, പഠിച്ചാൽ മാത്രം പോരെ, ക്യാരക്ടർ നല്ലതായിരിക്കണം, അല്ലെങ്കിൽ ഇന്റേണൽ മാർക്ക് കുറയും. ഇന്റേണൽ മാർക്ക് നമ്മുടെ ഗ്രേഡ് നിശ്ചയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, അല്ലേ? എന്നാൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റേണൽ മാർക്ക് കിട്ടിയിട്ടുള്ള ഒരാൾ മറിയമാണ്. അതെങ്ങനെ? അവളൊരു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടില്ല, അവളൊരു പ്രൊഫഷണൽ കോഴ്സുകളും ചെയ്തിട്ടില്ല, പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്റേണൽ മാർക്ക് കിട്ടി. എങ്ങനെ? ഞാനതിൻ്റെ മലയാളത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോവുക. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ആന്തരികം. മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അടയാളം, മുറിവ്. ഇനി അതിൻ്റെ മുഴുവൻ മലയാളം, ആന്തരിക മുറിവുകൾ. ഒരു വാള് കിടക്കുമെന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. ഇത്രയും ആന്തരിക മുറിവുകൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീ. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ ഇന്റേണൽ മാർക്ക് വാങ്ങിയ ആളാണ്. എന്നിട്ടും ഉത്തമഗീതം വാഴ്ത്തിപ്പാടുന്നു, സ്ത്രീകളിൽ പരമസുന്ദരി. മൈലാഞ്ചി പൂങ്കുല, ശലോമോന്റെ തിരശീല. മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ അത്യുന്നതന്റെ. ഇങ്ങനെ മനോഹരമായി മറിയത്തെ പാടുന്നുണ്ട്, വാഴ്ത്തിപ്പാടുന്നുണ്ട്. സൂര്യനെ പാദപീഠമാക്കിയ, സൂര്യനെ അണിഞ്ഞവൾ, ചന്ദ്രനെ പാദപീഠമാക്കിയവൾ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. സൂര്യനെ അണിഞ്ഞ സ്ത്രീ വിളിക്കുക, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. മലയാളത്തിൽ മനോഹരമായൊരു ഒരു കാവ്യബിംബമുണ്ട്, ഈറൻ നിലാവെന്ന് പറയും. കേട്ടിട്ടില്ലേ? എന്താ ഈറൻ നിലാവെന്ന് പറഞ്ഞാൽ? ഈറൻ നിലാവെന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രനുള്ള പൗർണമിയുള്ള രാത്രി. മനസ്സിൽ കാണണം.
പൗർണമി രാത്രിയിൽ അമ്പിളി തിങ്കൾ കലയിൽ കുളിച്ചു നിൽക്കുന്ന രാത്രി നൂലുപോലെ പെയ്യുന്ന മഴ, വലിയ മഴയല്ല, നൂലുപോലെ പെയ്യുന്ന മഞ്ഞോ മഴയോ, വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇറങ്ങി നിന്നിട്ട് രാത്രി ഈ നേർത്ത നൂൽമഴയത്ത് നോക്കിയാൽ മതി, നിലാവ് പെയ്യുന്നു, മഴയും നേർത്ത മഴയും. ഇതാണ് ഈറൻ നിലാവ് എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ കണ്ണീര് മഴനൂല് പോലെ പെയ്യുമ്പോഴും പിന്നിൽ ചന്ദ്രനെ പോലെ തെളിഞ്ഞു നിൽക്കുന്നൊരമ്മ, അതാണ് ഈറൻ നിലാവ്. മറിയത്തിന് അത്ര മനോഹരമായൊരു പദമാണ്. അമ്മകന്യ എന്ന് പറയുന്ന ഒരു കൃതിയിൽ പി മോഹനൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവനാണ് അമ്മയെ ഈറൻ നിലാവെന്ന് വിളിക്കുന്നവരെന്ന് എനിക്ക് തോന്നുന്നു. സഹോദരങ്ങളെ, ഒരു വാക്ക് ഞാൻ പറയാതെ പോയാൽ, ഒരു ചോദ്യം ചോദിക്കാതെ പോയാൽ അത് കൃത്യവിലോപമാണ്. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അമ്മമാരല്ലേ ഇരിക്കുന്നത്. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഏതെങ്കിലും ഒരു അമ്മ പറയൂ. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം, മമ എന്ന് പറഞ്ഞാൽ എന്റേത് അല്ലേ? മമ കാന്തൻ, എന്റേതെന്നാണ്. അതിനോട് അകാരം ചേർക്കുമ്പോൾ ആ അധികം മമ, അമ്മ. സന്തോഷത്തോട് ആ ചേർത്താൽ അസന്തോഷം, നെഗറ്റീവായി. ആ അധികം മമ, അമ്മ, എന്റേതല്ല. ശരിയല്ലേ? ഒരമ്മയും അമ്മയുടേതല്ല, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവളാണ്. എല്ലാ അമ്മമാരും മോശയെ പോലെ. എന്താ മോശയുടെ പ്രത്യേകത? ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ചു. പക്ഷെ പടിവാതിൽക്കൽ നെബോ പർവ്വതത്തിൽ കണ്ണിന്റെ മുമ്പിൽ വാഗ്ദത്ത നാട് കണ്ടിട്ട് കയറാൻ പറ്റിയില്ല, മരിച്ചുപോയി. അമ്മമാരിങ്ങനെയാ. അവരുടെ യൗവനവും അവരുടെ നല്ല ദിവസങ്ങളും ഒക്കെ മക്കൾക്ക് വേണ്ടി മുറിച്ചു കൊടുക്കും. പിള്ളേരെ വളർത്തുകയാണ്. എന്നിട്ട് മക്കളുടെ സൗഭാഗ്യത്തിന്റെ വാഗ്ദത്ത ദേശമെത്തും. 10-25 വയസ്സാകുമ്പം മക്കൾക്ക്, അല്ലെ 10-28 വയസ്സാകുമ്പം. അപ്പോൾ അമ്മയ്ക്കോ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, മുട്ടുവേദന, എന്തെല്ലാം സംഗതികളാണ്. അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശനമില്ല. മോനും മരുമോളൂടെ വണ്ടർലാക്ക് പോകുമ്പോൾ അമ്മച്ചിയെ കൊണ്ടുപോകത്തില്ല. അമ്മി വന്നാൽ എങ്ങനാ? അടങ്ങി വീട്ടിൽ ഇരിക്കുന്നതാ നല്ലതും. നാളെ അവരുടെ മക്കളുടെ കാലത്ത് ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. എല്ലാ അമ്മമാരും മോശയെ പോലെയാണ്. വാഗ്ദത്ത നാട്ടിലേക്ക് മക്കളെ കൊണ്ടുപോകും, പക്ഷെ നിങ്ങൾക്ക് പ്രവേശനമില്ല, അമ്മമാർക്ക് പ്രവേശനമില്ല. അവരെ കയറ്റിവിടുമെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എനിക്കത് ഇഷ്ടമല്ല എന്നൊരു അമ്മ പറയുന്നത് മക്കൾക്ക് തികയില്ലെന്ന് പേടിച്ചല്ലേ? നിങ്ങളുടെ വീട്ടിൽ സാരമില്ല എന്ന് ഏറ്റവും കൂടുതൽ പറയുന്നത് ആരിൽ നിന്ന്? ആരുടെ വായില്ലെന്നാണ്? അമ്മയുടെ വായില്ലെന്നാണ്. ഓരോ അമ്മയും എരിഞ്ഞു തീരുക. ഇപ്പൊ 4-ാം ചിറ തന്നെ കെട്ടിച്ചോണ്ട് വന്നപ്പോൾ എന്താ നല്ല രസമായിരുന്നു കാണാൻ. ഇപ്പോഴും ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകും തോറും, കല്യാണം കഴിച്ചു വന്നപ്പോൾ ഐശ്വര്യറായെ പോലെ ഇരുന്നു. ഇപ്പൊ 10-30 വർഷം കഴിഞ്ഞപ്പോൾ ആരെ പോലെ ഇരിക്കാന്ന് പറയാതിരിക്കുക ഭേദം. എങ്ങനെയായി? കുറച്ചുകൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമായിരുന്നു. പക്ഷേ ആർക്കു വേണ്ടി മാറ്റിയതാണ് ജീവിതം. 1000 തവണ അടുപ്പ് കല്ലിനും തീന്മേശയ്ക്കും ഇടയ്ക്ക് ഇങ്ങനെ നടന്ന് ഞങ്ങൾ ആണുങ്ങൾ എല്ലാത്തിനും കണക്ക് പറയുന്നവരാ. നിങ്ങളോ 1000 തവണ ഈ അടുപ്പ് കല്ലിനും തീന്മേശയ്ക്കും നടന്ന് ഏതോ ഒരു പഴയ ചലച്ചിത്രത്തിൽ പറയുന്നത് പോലെ നേരെ വടക്കോട്ട് നടന്നിരുന്നെങ്കിൽ ഇപ്പൊ എവിടെത്തിയനെ? ഇങ്ങനെ മുറിച്ചു കൊടുത്ത ജീവിതങ്ങൾ. എന്നിട്ടും മറിയം പറയുന്നു, നാളെ തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അമ്മയുടെ ഇടനെഞ്ചിൽ വാള് കയറും. എന്തു വാളാണെന്നേ? വാളിന് ഒത്തിരി അർത്ഥമുണ്ട്. ഏദനിൽ ക്രോബെ മാലാഖയുടെ കയ്യിലൊരു വാളുണ്ട്. അത് ദൈവത്തിന്റെ കാവലിന്റെ വാളാണ്. ഉൽപ്പത്തി 22 മോറിയയിൽ അബ്രഹാമിന്റെ കയ്യിലൊരു വാളുണ്ട്. അത് ആത്മസംഘർഷത്തിന്റെ വാളാണ്. എബ്രായ ലേഖനത്തിൽ പൗലോസ്ലീഹ ഒരു വാളിനെ കുറിച്ച് പറയുന്നു, ഇരുവായ്ത്തലയുള്ള വാൾ. അത് വചനമെന്ന വാളാണ്. പൗലോസ്ലീഹ വീണ്ടും പറയുന്നു, ജഡത്തിൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്കൊരു ശൂലം തന്നിരിക്കുന്നു. അതും ഒരു വാളാണ്. അമ്മ മറിയത്തിന്റെ ജീവിതത്തിൽ ഈ ആത്മസംഘർഷത്തിന്റെ അബ്രഹാമിന്റെ വാള് കയറിയിട്ടുണ്ട്.
വചനമെന്ന വാള് കയറിയിട്ടുണ്ട്. അമ്മയെ പരുവപ്പെടുത്തുന്ന വിനയത്തിന്റെ വലിയ മകുടമായി മാറ്റുന്ന വാള് കയറിയിട്ടുണ്ട്. എല്ലാ അമ്മമാരുടെയും നെഞ്ചിൽ ഈ വാളുണ്ട്. എന്നിട്ടും അമ്മയെക്കുറിച്ച് നമ്മൾ എടുത്ത വാക്യം എങ്ങനെയാണ്? മേരി ട്രഷേർഡ് ഓൾ തിങ്സ് ഇൻ ഹെർ ഹേർട്ട്. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ. പഴയ പാട്ടാണൊന്ന് പാടിക്കോളൂ. ശക്തിയരുൾഗനാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുക. എത്ര മനോഹരം! കഷ്ടതയുടെ മധ്യേ കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ. ശക്തിയരുൾഗനാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുക. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്കെ എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ആ പഴയ പാട്ടുകൾ അങ്ങോട്ട് പാടുന്നതിൻ്റെ ആ ഒരു ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. നമ്മളോ 4 തുള്ളി മഴ കൂടുതൽ പെയ്താൽ നമ്മുടെ മുഖവെളിച്ചം അണഞ്ഞു പോകും. രാത്രി അത്താഴത്തിന് വിളമ്പുന്ന കറിക്കൽപ്പം എരിവോ പുളിവോ കൂടിയാൽ നമ്മുടെ മുഖവെളിച്ചം അണഞ്ഞു പോകും. കാത്തു നിൽക്കുന്ന ബസ് വരാൻ ഒരല്പം താമസിച്ചാൽ നമ്മുടെ മുഖം വാടും. മേൽപ്പറഞ്ഞ നിസ്സാര കാര്യങ്ങളെ പോലും സൗമ്യമായി സ്വീകരിക്കാനുള്ള ആത്മബലം നമുക്കില്ല. ഉണ്ടോ? അവിടെയാണ് അമ്മ മറിയം ചങ്ക് പിളരുന്ന വേദനയിലും. സഹോദരങ്ങളെ, ഓർക്കുക, ഈ ലോകത്ത് അമ്മയെന്ന മന്ത്രത്തോളം ചെറുപ്പക്കാർക്കൊക്കെ അറിയാം. സമീപകാലത്ത് ഈ നമ്മുടെ പിള്ളേർ ഏറ്റവും കൂടുതൽ പാടി നടന്ന മലയാളത്തിലെ പ്രസിദ്ധമായൊരു ചലച്ചിത്ര ഗാനമുണ്ട്. ഞാനതിവിടെ പാടുന്നില്ല, പറയാം. പൂമുത്തോള എന്ന് പറയുന്നൊരു പാട്ടുണ്ട്, അറിയില്ല? ഇപ്പം ഇതുവരെ പാടിയ പാട്ടിനൊന്നും തലകുലുങ്ങിയില്ലെങ്കിൽ ഈ പാട്ടിന് തലകുലുങ്ങിയിട്ട് സന്തോഷം. പൂമുത്തോള നീ എൻ്റെ മനസ്സിൽ മഴയായി പെയ്തടി എന്നൊക്കെ ഒരു പാട്ടുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇത് എഴുതിയ ആള്, ഇത് മ്യൂസിക് ചെയ്ത ആള്, ഇത് പ്രണയിനിയെക്കുറിച്ചോ സ്നേഹിക്കുന്ന പ്രേമഭാജനത്തെക്കുറിച്ചോ എഴുതിയതാണെന്നാണ്. അല്ല, അതിൻ്റെ സംഗീത സംവിധായകൻ, ഞാൻ ആ പേര് ഓർക്കുന്നില്ല, ഒരു പുതിയ ആളാണ്. അമ്മ മരിച്ചിട്ട് 4-ാം ദിവസം എഴുതിയ പാട്ടാണ്. അമ്മ മരിച്ചിട്ട് 4-ാം ദിവസം ചിട്ടപ്പെടുത്തിയ പാട്ടാണ്. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ടൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയെ ഓർത്ത് മാത്രം എഴുതിയ പാട്ടാണ്. ജീവിതത്തിന്റെ വേനലിൽ നീ മഴയായി പെയ്തടി എന്ന് പാടിയത് അമ്മയെക്കുറിച്ചാണ്. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. മക്കളുടെ വേനലിൽ മഴയായി പെയ്യുന്നവളാണ്. ഞാൻ മുമ്പ് പറഞ്ഞ അമ്മയെക്കുറിച്ച് പറഞ്ഞില്ലേ, ഇനി എനിക്ക് എത്തിയിടത്തുറങ്ങാം, കാരണം ഞാൻ എത്തിയാൽ മാത്രം ഉറങ്ങുന്നയാൾ ഇന്നലെ ഇല്ലാതെയായി. അമ്മ മരിച്ചയാൾ പറഞ്ഞതാണ്. ഇങ്ങനെ പറഞ്ഞു പോകാൻ ഒത്തിരിയുണ്ട്. മലയാളിയുടെ നെഞ്ചിനെ പൊള്ളിച്ച വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ആ പഴയ അങ്കണത്തൈമാവിലും ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതത്തിന്റെ കുഞ്ഞിൽ ആ പാട്ടുകൾ മലയാള സാഹിത്യത്തിന്റെ മുകളിലൊക്കെ നിൽക്കുന്നതാണ്. നമ്മുടെ വിഷയം അമ്മ മറിയമാണ്, ലോകത്തിന്റെ അമ്മയാണ്. പരിശുദ്ധ മറിയം മതജാതി ഭേദങ്ങൾക്കപ്പുറം ലോകമെങ്ങുമുള്ള സ്ത്രീരത്നങ്ങൾക്ക് ഒരു മാതൃകയാണ്. അമ്മ പറയുന്നു, ജനറ്റിക് ട്രാൻസ്മിഷൻ ഓഫ് സ്പിരിച്വൽ വാല്യൂസ്, ശരിയായ ആത്മീക പൈതൃകത്തെ പകരുമോ കുഞ്ഞെ? നാളെയുടെ മധുരത്തെ ഇന്ന് രുചിക്കുമോ? സകല തലമുറകളും. അമ്മ പറഞ്ഞ ഒരു കാര്യം അച്ചട്ടാണ് കേട്ടോ. എന്തെന്നറിയാം? അമ്മ പറഞ്ഞത് എന്തെന്നറിയാം? സകല തലമുറകളും എന്നെ എന്ന് പറഞ്ഞാൽ, ഈ തലമുറ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നല്ല അപ്പന് ജനിക്കുക, നല്ല കുടുംബ പാരമ്പര്യം സൂക്ഷിക്കുക, നല്ലൊരു ഇന്നലകൾ ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു മറിയത്തെ വാഴ്ത്തുന്നുണ്ട് കേട്ടോ അപ്പോസ്തോലിക സഭകൾ, മാർത്തോമാ ശ്ലീഹയുടെ പൈതൃകമുള്ളവർ.
2000 നൂറ്റാണ്ടിൻ്റെ തലമുറയുടെ ഭാഗമായിട്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഈ പെരുന്നാളിൽ. അതുകൊണ്ട് ഈ തലമുറകളാവും വാഴ്ത്തുന്നത്. ഇന്നലെ മറ്റേ ടെറസിൻ്റെ മേളിലുണ്ടായ കൂട്ടം അമ്മയെ അങ്ങനെ വാഴ്ത്തത്തില്ല. ഇന്നലെ വരെ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ശേഷി മറ്റേ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൻ്റെ കീഴിൽ കൂട്ടായ്മ തുടങ്ങുമ്പോൾ സുറിയാനിക്കാരൻ ഈ ആരാധന വിട്ടിട്ട് അവിടെ തുള്ളാൻ പോവും, അവിടെ പോവും. അവിടെ വാഴ്ത്തത്തില്ല. കാരണം അമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നീ അവിടെ പോയാൽ ഇതില്ല, കാരണം അവിടെ തലമുറയില്ല. ഞാൻ മുമ്പ് പറഞ്ഞ നല്ല അപ്പൻ അത് വേണ്ട, വീണ്ടും ഓൺലൈനുണ്ട്, പറയുന്നില്ല. ഇതൊരു തലമുറകളുടെ കൈമാറ്റമാണ്. ഈ സംബോധന, ഈ വാഴ്ത്തുകൾ തലമുറകളുടെ കൈമാറ്റമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നാം ഈ നേരം ചിന്തിച്ചത്, കഴിഞ്ഞ 1 മണിക്കൂറിലധികം അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കാഴ്ചയുടെ 4-ാം തലം ഗ്രഹണം, നോട്ടം, കാഴ്ച, ദർശനം. കാഴ്ചപ്പാടിന്റെ പൂർണ്ണതയെത്തിയ ഒരു സ്ത്രീ ചരിത്രത്തിൽ വിളിച്ചു പറയുന്നു, ഞാൻ എൻ്റെ നെഞ്ചകത്തെ വേദനകളൊക്കെ നിധി പോലെ ഏറ്റെടുത്തെങ്കിൽ എല്ലാ അമ്മമാരിലും ഒരു മറിയം ഉണ്ടാകണം, എല്ലാ സ്ത്രീയിലും ഒരു മറിയം ഉണ്ടാകണമെന്ന് പറയുകയാണ്. നാളെയുടെ മധുരത്തെ ഇന്ന് രുചിച്ചൊരമ്മ ചരിത്രത്തിൽ നമ്മളോട് പറയുന്നു, എന്തിനു ഭാരപ്പെടുന്നു, എന്തിനു വേദനിക്കുന്നു? ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമാണിതെന്ന് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ 1902-നും 10-നും 15-നും ഒക്കെ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഭാര്യ മൃണാളിനി ദേവി മരിച്ചുപോയി, സഹോദരങ്ങൾ, മക്കളൊക്കെ, ഒരുപാട് മരണങ്ങൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും അദ്ദേഹം പാടിയത് എങ്ങനെയാണ്? എത്ര വിചിത്രമാം രൂപത്തിൽ നിന്നിച്ഛയൻ ജീവിതത്തിൽ അലയടിപ്പു. ദൈവമേ, നിന്റെ ഇഷ്ടം എത്ര വിചിത്രമായ രൂപത്തിലാണ് എൻ്റെ ജീവിതത്തിൽ വരിക. എത്ര വിചിത്രമാം രൂപത്തിൽ നിന്നിച്ഛയൻ ജീവിതത്തിൽ അലയടിപ്പു. ദൈവമേ, തിരുവിഷ്ടം നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ദൈവമേ, ആ കൃപ, അവിടുത്തെ കൃപ ഞങ്ങൾ അനുഭവിക്കുന്നു. പരിശുദ്ധ അമ്മ മറിയത്തോട് ചേർന്ന് അങ്ങയെ പുകഴ്ത്തുന്നു. എൻ്റെ ദൈവമേ, ഞങ്ങളൊരു നല്ല അമ്മയാണോ, ഒരു നല്ല അപ്പനാണോ? ഒന്ന് ശോധന ചെയ്യാൻ ഈ രാത്രി ദൈവം തന്നല്ലോ. തീമോത്തിയോസിനെ പോലെ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ തലമുറകളെ പോലെ ആധ്യാത്മികതയുടെ നല്ല മൂല്യങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും പകർന്നു കൊടുക്കുന്ന, കുഞ്ഞുങ്ങളെ മുട്ടിന്മേൽ നിർത്തി തമ്പുരാന്റെ സന്നിധിയിലേക്ക് കരങ്ങളെ മലർത്താൻ പഠിപ്പിക്കുന്ന അമ്മയും അപ്പനുമായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ നാഥ. ഞങ്ങളുടെ കുറവുകൾ ഓർക്കരുതേ. ഒന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടരുതേ. ദൈവസന്നിധിയിൽ അടിയങ്ങളെ ന്യായം വിധിക്കുമ്പോൾ നീ ഒരു നല്ല അമ്മയായിരുന്നോ, നീ ഒരു നല്ല അപ്പനായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ തിരുമുമ്പിൽ ലജ്ജ കൂടാതെ നിൽപ്പാൻ കൃപ തരണമേ. ദൈവമേ, മക്കളില്ലാത്ത ഭാരത്തേക്കാൾ മക്കളെ കൊണ്ടുള്ള ഭാരം അനുഭവിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഈ രാത്രി സ്വർഗത്തിലെ അപ്പൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, സകല തലമുറകളോടും കരുണ തോന്നണമേ. വഴിപിഴച്ച മക്കൾക്ക് വിടുതൽ കൊടുക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണമേ. മക്കളെ ഓർത്ത് വിഷമിക്കുന്ന അമ്മമാരുടെ ഉള്ളു തണുപ്പിക്കണമേ. കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് കരയുന്ന അമ്മമാരുടെയും അപ്പന്മാരുടെയും ഉള്ളം അവിടുന്ന് തണുപ്പിക്കണമേ. ഈ ഇടവകയിൽ ദൈവമേ, ഒരമ്മ പോലും മക്കൾക്ക് വേദനയായി തീരരുതേ. ദുർമാതൃകയുള്ളൊരമ്മയും ഉണ്ടാകരുതേ. മാതാപിതാക്കളെ ഓർത്ത് സങ്കടപ്പെടുന്നൊരു മക്കളും ഉണ്ടാകരുതേ. മക്കളുടെ വഴിപിഴച്ച ജീവിതത്തെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ദൈവമേ ഈ സ്ഥലത്തുണ്ടാകരുതേ. ദൈവമേ, ഞങ്ങളുടെ മാതൃത്വത്തെയും പിതൃത്വത്തെയും തമ്പുരാൻ വിചാരണ ചെയ്യുമല്ലോ. മക്കളെ ഞങ്ങളുടെ മടിയിലേക്ക് വച്ചു തന്നു. ഞാൻ ഏൽപ്പിച്ചതിൻ്റെ കുഞ്ഞെവിടെ എന്ന് തമ്പുരാൻ ചോദ്യം ചോദിക്കുമ്പോൾ അവരെ ക്രിസ്തുവിൽ ആദായപ്പെടുത്താത്ത മാതാപിതാക്കളായി ഞങ്ങൾ തീരരുതേ. എൻ്റെ പരിശുദ്ധ മാതാവേ, അമ്മ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചാരത്തിരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മടിയിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കൃപ തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധ റൂഹായുടെയും കൃപയാൽ തന്നെ. ആമീൻ.